ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ഐറ്റങ്ങളും എടുത്തു വെച്ചതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും 2 സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്തിളക്കി ഒന്ന് വഴന്നു വരുന്ന സമയം നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളവും സ്പൈസസും ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് തൈര് കൂടി ചേർത്ത് ഇളക്കിയ ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി കൂടി ചേർത്ത് അരമുറി നാരങ്ങാനീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താലുണ്ടല്ലോ നമ്മുടെ അടിപൊളി സാധനം റെഡി ആയിട്ടുണ്ടെന്ന് ഒരു രക്ഷയില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണെന്നേ.